നമസ്കാരം. ഭൂമിയിൽ അസാധാരണമായ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന നിർണായകമായ പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഭൂമിയിൽ വരാൻ പോകുന്നത് കൂട്ടവംശനാശം എന്ന പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കൊടും ചൂടിനെ അതിജീവിക്കാൻ കഴിയുന്ന ജീവിവർഗങ്ങൾ മാത്രമാകും ഇനി ഭൂമിയിൽ അവശേഷിക്കുക എന്നതാണ് വിവരം. ചുട്ടുപൊള്ളുന്ന കൊടും ചൂടിൽ മനുഷ്യനും മറ്റ് ജന്തുജീവജാലങ്ങളും ഇല്ലാതാകുമെന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകുന്നത്. കാലാവസ്ഥാ വ്യതിയാനം വലിയ രീതിയിലാണ് ലോകത്തെ ഒന്നാകെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അന്റാർട്ടിക്ക മഞ്ഞുമലകൾ വരെ ഉരുകുകയാണ്. ഓസോൺ പാളികളിൽ വിള്ളൽ അതിരൂക്ഷമായി തുടരുകയാണ്. ഇത് അതിമാരകമായ അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാകും ഭൂമിക്ക് സമ്മാനിക്കുക എന്നാണ് പഠനങ്ങൾ സൂചന നൽകുന്നത്. ഭൂമിയിലെ കടൽ ജലനിരപ്പ് അസാധാരണമാംവിധം ഉയരുമെന്നും വിവരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന ബ്രിസ്റ്റോൾ സർവകലാശാലയിലെ ഗവേഷകരുടെ പഠനം പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളുമാണ്. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പ് വളരെ ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ തന്നെ അവസാനിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ഏകദേശം 250 ദശലക്ഷം വർഷത്തിനുള്ളിൽ തന്നെ ഇന്ന് കാണുന്ന ഭൂമി ആകില്ല ഉണ്ടാവുക എന്നൊരു മുന്നറിയിപ്പാണ് വരുന്നത്. ഇപ്പോഴത്തെ ഈ പഠനം അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടിയാണ് എന്നതും എടുത്തു പറയണം. ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യനെയും മറ്റ് ജന്തു ജീവജാലങ്ങളെയും ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു വമ്പൻ മാറ്റമാണ് ഭൂമിയിൽ വരാൻ പോകുന്നത്. ഒരു വലിയ കൂട്ടവംശനാശം തന്നെ ഉണ്ടാകും എന്നുള്ളതിന്റെ സൂചനയും അതേപോലെ ഒരു ശേഷിപ്പും ഇനി ഉണ്ടാകില്ല എന്നും പറയുന്നുണ്ട്. ഭൂമിയിലെ താപനില ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ഉയരുമെന്നും ചൂട് സഹിക്കാൻ കഴിയാത്ത വിധം പ്രകൃതി വരണ്ടുണങ്ങുമെന്നും പറയപ്പെടുന്നു. ഭൂമിയിലെ താപനില 40 ഡിഗ്രി സെൽഷ്യസിലും 70 ഡിഗ്രിക്കും ഇടയിലായിരിക്കും അത്രേ. കൊടും ചൂടിനെ അതിജീവിക്കാൻ ചുരുക്കം ചില ജീവികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ആ ജീവികൾ മാത്രമായിരിക്കും ഇവിടെ തുടരുക എന്നുമാണ് പഠനങ്ങൾ പറയുന്നത്. ദിനോസറുകളുടെ വംശനാശത്തിന് ശേഷമുള്ള രണ്ടാമത്തെ വലിയ വംശനാശമായിരിക്കും ഇനി വരാനിരിക്കുന്നതെന്നാണ് ഗവേഷകർ നൽകുന്ന മുന്നറിയിപ്പ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വലിയ രീതിയിൽ തന്നെ ഉയരുമെന്നും അത് ഇപ്പോഴുള്ളതിന്റെ ഇരട്ടിയിലധികമാകുമെന്നും ഗവേഷകർ പറയുന്നുണ്ട്. ഭൂമിയിലെ അന്തരീക്ഷത്തെ ഇരുണ്ടതാക്കാൻ കെൽപ്പുള്ള വമ്പൻ മാറ്റങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും ഭൂമിയിൽ സ്ഥാനമുണ്ടാകില്ല എന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളും ഒരൊറ്റ സൂപ്പർ ഭൂഖണ്ഡമായി മാറുമെന്നും ഗവേഷകർ പറയുന്നുണ്ട്. പസഫിക് സമുദ്രം ഭൂമിയുടെ മറ്റ് കരപ്രദേശങ്ങളെയും വെള്ളത്തിനടിയിലാക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ ഈ സൂപ്പർ ഭൂഖണ്ഡം വളരെയധികം ചൂടുള്ളതും അതേപോലെ തന്നെ വാസയോഗ്യമല്ലാത്തതും വരണ്ടുണങ്ങിയതും നിർജീവമായ ഒന്നാകുമെന്നും ശാസ്ത്രലോകം അടിവരയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വരാനിരിക്കുന്നത് ദുരന്തകാലമായിരിക്കും. ഭൂമിയെ കാത്തിരിക്കുന്നത് ഇരുണ്ട കാലമായിരിക്കുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അതുപോലെ തന്നെ സമുദ്രോപരിതലത്തിൽ അസാധാരണമായ പ്രതിഭാസം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ 3 പ്രദേശങ്ങളിൽ വൻ അപകടം സംഭവിക്കുമെന്നാണ് നിരീക്ഷകർ നേരത്തെ തന്നെ വിധി എഴുതിയത്. ലോകാവസാനം ഉടൻ ഉണ്ടാകുമോ? എന്താണ് സമുദ്രോപരിതലത്തിൽ സംഭവിക്കുന്നത് എന്ന ആശങ്കകൾ ഇപ്പോൾ ശക്തമാണ്. ചൈനീസ് അക്കാദമി ഓഫ് മെറ്റീരിയോളജിക്കൽ സയൻസിലെ വിദഗ്ധർ നേരത്തെ ഒരു നിർണായകമായ വിവരം പങ്കുവച്ചിരുന്നു. അതായത് ഭൂമിയെ കാത്തിരിക്കുന്നത് വൻ അപകടങ്ങളാണ് എന്നുള്ളതാണിത്. ഇനി വരാനിരിക്കുന്നത് ചൂടേറിയ വർഷങ്ങളാണെന്നാണ് വിദഗ്ധർ അന്നും പറഞ്ഞത്. ഭൂമി കൂടുതൽ ചുട്ടുപൊള്ളും. ഈ വർഷം ജൂണിന് മുൻപ് നിരവധി ഉഷ്ണതരംഗങ്ങൾക്ക് ബംഗാൾ ഉൾക്കടലും ഫിലിപ്പീൻസും കരീബിയൻ കടലും സാക്ഷ്യം വഹിക്കുമെന്നും വിദഗ്ധർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം കൂടിയുണ്ട്. അതായത് ഈ 3 പ്രദേശങ്ങളെ കൂടാതെ തന്നെ ആഗോള ശരാശരി താപനില കൂടുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്കറിയാം, ഹിമപാളികളുടെ വിസ്തീർണം അതിവേഗത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പഠനങ്ങൾ വളരെ കൃത്യമായ സൂചനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ ആശങ്കയിലുമാണ് ശാസ്ത്രലോകം. 70കളുടെ തുടക്കം മുതലാണ് ഈ പറഞ്ഞ മഞ്ഞുപാളികളുടെ വിസ്തീർണം നിരീക്ഷിക്കാൻ ഗവേഷകർ തുടങ്ങിയത്. അന്നു മുതലുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തേത് ഏറ്റവും താഴ്ന്ന നിരക്കാണ് എന്നതാണ് ആശങ്കയ്ക്ക് കാരണമാകുന്നത്. ഈ കണക്കുകൾ ഇനിയും താഴുമെന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. അപ്പോൾ കാലാവസ്ഥാ വിദഗ്ധർ അല്ലെങ്കിൽ മറ്റ് ഗവേഷകരൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത് ഭൂമിയെ കാത്തിരിക്കുന്നത് വലിയ വിപത്താണ് എന്നുള്ളതാണ്. അന്റാർട്ടിക്കയിലെ മിക്കയിടങ്ങളിലും മഞ്ഞുപാളികൾ തീരെ ഇല്ലാത്ത അവസ്ഥയാണെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. ആഗോള താപനം വലിയ പ്രത്യാഘാതമാണ് ഭൂമിക്ക് കരുതി വെച്ചിട്ടുള്ളത്. എന്തായാലും മനുഷ്യനൊരിക്കൽ ചെയ്തു പോയ പ്രവൃത്തി തന്നെയാണ് ഇപ്പോഴത്തെ ഈ പ്രത്യാഘാതങ്ങൾക്ക് പിന്നിലും. പ്രകൃതി എന്തൊക്കെയാണ് ഇനി സമ്മാനിക്കുക? മനുഷ്യനില്ലാത്ത ഒരു ലോകമാണോ വരാനിരിക്കുന്നത്? എന്തൊക്കെ മാറ്റങ്ങളാകും ഭൂമിയിൽ സംഭവിക്കുക എന്നുള്ളത് ചോദ്യചിഹ്നമായും ആശങ്കയായും തുടരുകയാണ്.